ഇറാനെ അടിച്ച് തവിട്ട് പൊടിയാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് ഇറാന്റെ ഒരു കളിയും ഇസ്രായേലിൽ നടക്കില്ല. കാരണം ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ പോലെയാണ്. പറഞ്ഞത് കൃത്യമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഒറ്റ രാത്രി കൊണ്ടാണ് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതിക്ക് സാരമായ ആഘാതം ഏൽപ്പിച്ചത്. അതായത് ഒരു സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ പിള്ളേരും ഇസ്രായേലിനെ ചുട്ടു ചാമ്പലാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഓപ്പറേഷൻ ഇസ്രായേലിന് വർഷങ്ങളുടെ ഒരുക്കത്തിന്റെ ഒരു കഥ പറയാനുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ ഉള്ളിൽ രഹസ്യമായി ഒരു ഡ്രോൺ ബേസ് സ്റ്റേഷൻ ഇസ്രായേൽ സ്ഥാപിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ അത്യാധുനികമായ കൃത്യതയാർന്ന ആയുധ സംവിധാനങ്ങൾ വിന്യസിച്ചതിനൊപ്പം കമാൻഡോകളെയും ഇറാനുള്ളിലേക്ക് കടത്തി. അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഒറ്റ രാത്രി കൊണ്ടല്ല, വർഷങ്ങളായുള്ള സൂക്ഷ്മമായ തയ്യാറെടുപ്പിന്റെ ഫലമെന്ന് ചുരുക്കം. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദും ഇസ്രായേൽ പ്രതിരോധ സേനയും സംയുക്തമായാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. തലസ്ഥാനമായ ടെഹ്റാന് സമീപത്താണ് മൊസാദ് ഏജന്റുമാർ ഡ്രോൺ ബേസ് ഉണ്ടാക്കിയത്. ഈ ഡ്രോണുകളെ രാത്രി സജീവമായും ഇസ്രായേലിനെ ലാക്കാക്കി ഇറാൻ തൊടുത്തുവിട്ട ഭൂതല മിസൈൽ റേഞ്ചുകളെ നിർവീര്യമാക്കുകയും ചെയ്തു. ഇറാനെ തകർക്കാൻ പോകുന്ന ആയുധങ്ങൾ വാഹനങ്ങളിൽ ഇറാനിലേക്ക് മൊസാദ് കടത്തി. ഈ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയത് കൊണ്ടാണ് ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ ദുർബലമാക്കാനും ഇസ്രായേലി പോർ വിമാനങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞത്. മധ്യ ഇറാനിലെ വിമാനവേദ സംവിധാനങ്ങൾക്ക് സമീപം കൃത്യതയാർന്ന മിസൈലുകൾ രഹസ്യമായി സ്ഥാപിക്കാനും മൊസാദ് കമാൻഡോകൾ ശ്രമിച്ചു. ഇറാൻ ചാരന്മാരുടെ കണ്ണുവെട്ടിച്ചാണ് IDFും മൊസാദ് ഏജന്റുമാരും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആരെയും ഞെട്ടിക്കുന്ന ഓപ്പറേഷന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി അടക്കമുള്ള നേതാക്കളും ആണവ ശാസ്ത്രജ്ഞരെയും വകവരുത്തുവാനുള്ള ഇന്റലിജൻസ് നിരീക്ഷണങ്ങളും ഇക്കൂട്ടത്തിൽ പുരോഗമിച്ചു. ഇറാന്റെ തന്ത്രപ്രധാന മിസൈൽ ശേഷിയെ തകർക്കാനുള്ള രഹസ്യ ലക്ഷ്യം കൈവരിക്കുന്നതിനൊപ്പം ആണവ പദ്ധതിയുടെ തലതൊട്ടപ്പന്മാരെയും സുരക്ഷാ തലവന്മാരെയും ഒരേ സമയം ഇസ്രായേൽ ലക്ഷ്യമിട്ടു. IDFനെ കൂടാതെ പ്രതിരോധ കരാറുകാരുടെ കൂടി സഹായത്തോടെയാണ് ഈ രഹസ്യ ഓപ്പറേഷൻ ഇസ്രായേൽ മുന്നേറിയത്. ഇറാന്റെ സുരക്ഷാ ഇന്റലിജൻസ് നിരീക്ഷണത്തെ വിദഗ്ധമായി കബളിപ്പിക്കാനും ഇന്റലിജൻസ് വിവരം ഏകോപിപ്പിക്കാനും കമാൻഡോകളെ നിയോഗിക്കാനും കഴിഞ്ഞതോടെയാണ് ഇസ്രായേലിന്റെ ദൗത്യം വിജയിച്ചത്. അതായത് ഇറാനിൽ കയറി ഇസ്രായേൽ പണി കൊടുത്തു എന്നുള്ളതാണ്. ഇറാനിൽ 13ഇടത്താണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇസ്രായേൽ ജനവാസ മേഖലകളിലാണ് ആക്രമണം നടത്തിയതെന്നും നിരവധി സ്ത്രീകളും കുട്ടികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഇറാന്റെ വാദം. സ്ഥിരമായി ഇത് തന്നെയാണ് ലോകത്തെ പറ്റിക്കാനായി ഇറാൻ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നത്. 2 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു. ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നേഷൻ ഓഫ് ലയൺസ് എന്ന പേരിൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന് കടുത്ത ശിക്ഷ നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയത്. ടെഹ്റാനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി ഇറാൻ അറിയിച്ചു. ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭീഷണി ഒഴിയും വരെ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യാന്തര എണ്ണവില 7% കൂടി. ഇസ്രായേൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡർ ഹുസൈൻ സലാമി, ഖത്ൽ അൽ അൻബിയ കേന്ദ്ര ആസ്ഥാന കമാൻഡർ ഗോലാം അലി റഷീദ്, ഇറാൻ സംയുക്ത സേനാ മേധാവി മുഹമ്മദ് ബഗേരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരായ ഫെരൈദൂൺ അബ്ബാസി, മുഹമ്മദ് മഗ്ദി, ടെഹ്റാൻചി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവനാണ് അബ്ബാസി. കൊല്ലപ്പെട്ട ഫെറൈദൂൻ അബ്ബാസി ഇറാന്റെ ആണവ നയത്തിന്റെ ബുദ്ധി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. 2010 ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അബ്ബാസി രക്ഷപ്പെട്ടത്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അബ്ബാസി കൊല്ലപ്പെട്ടു. ഇതുകൂടാതെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ഖംഖാനിയും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ വ്യത്യസ്ത മേഖലകളിൽ ആണവ കേന്ദ്രങ്ങളടക്കം ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന്
ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആദ്യ ആക്രമണങ്ങൾക്ക് പിന്നാലെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്നും വൻ സ്ഫോടന ശബ്ദം കേട്ടു. ടെഹ്റാനിൽ നിന്ന് 225 കിലോമീറ്റർ അകലെയാണ് നതാൻസ് ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടുവെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി പിന്നീട് സ്ഥിരീകരിച്ചു. കേന്ദ്രത്തിലെ ആണവ വികിരണം വിലയിരുത്താൻ ഇറാൻ അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ജൂതന്മാർക്ക് ജീവിക്കാനായി, നിലനിൽപ്പിനായി അവരിങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പോലെ ഇന്നത്തെ ആ ജനതയ്ക്ക് വേണ്ടിയല്ല, നാളെ വരാനിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയാണ് എൻ്റെ പോരാട്ടം. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഓടാൻ മറ്റൊരിടവുമില്ല. അതുകൊണ്ട് ഇത് പിടിച്ചു നിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. ഇറാൻ ഇസ്രായേലിനെ എത്രമാത്രം ആക്രമിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ 100 ഇരട്ടി ഇസ്രായേൽ തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രം അത് നതാൻസ് അതിൻ്റെ കുറെ ഭാഗങ്ങൾ കൃത്യമായി ഇസ്രായേൽ ലക്ഷ്യമിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാന്റെ കിരാന ഹിൽസിലുള്ള ആണവ കേന്ദ്രം ബ്രഹ്മോസ് മിസൈൽ ചില ഭാഗങ്ങൾ തകർത്തു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. അത് ഇതുവരെ ഇന്ത്യൻ മിലിറ്ററിയോ ഇന്ത്യൻ ഗവൺമെന്റോ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഇവിടെ ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്, ആണവ ഊർജവുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു. മൊസാദ് ഇറാന്റെ ഉള്ളിൽ കയറി ഇറാനിൽ നിന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളെയും നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 1.5 വർഷത്തിൽ കൂടുതൽ, ഒരു പതിറ്റാണ്ടിലേറെ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇസ്രായേൽ ഈ പദ്ധതി വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ്. അവർക്ക് എവിടെയാണ്, എങ്ങനെയാണ് ആളുകൾ ഉണ്ട് എന്നുള്ളതും അവരെവിടെയൊക്കെ നുഴഞ്ഞു കയറുമെന്നുള്ളതും ഇറാൻ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. അടുത്ത ലക്ഷ്യം ആയത്തുള്ള അൽ ഖമനേയി ആണെങ്കിൽ ഇറാന്റെ പൂർണ്ണ അധികാരം ഇസ്രായേലിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേയി പറയുന്നത്, ഞങ്ങളുടെ തിരിച്ചടി വളരെ വേദനാജനകമായിരിക്കും നിങ്ങൾക്ക്, ഞങ്ങൾ ഇസ്രായേലിനെ തവിട് പൊടിയാക്കും, ഇസ്രായേലിനെ തീർത്ത് കെട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇസ്രായേലിന്റെ ഒരു രോമത്തിൽ തൊടാൻ, ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു രോമത്തിൽ തൊടാൻ, മൊസാദിനെ തൊടാൻ ഈ 85 പടുക്കിളവനായ ആയത്തുള്ള അൽ ഖമനേയിക്ക് കഴിയുമോ എന്നുള്ളത് ആദ്യം അയാൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്.